അതുപോലെ ഈ ഒരു ബുക്കിൽ നിന്ന് കിട്ടിയ എനിക്കൊരു വലിയ ഐഡിയ ഉണ്ട് കേട്ടോ. അതായത് ഒരു ലൈഫിൽ നമ്മളെല്ലാവരും തന്നെ സന്തോഷം അർഹിക്കുന്നവരാണ്, സമാധാനം അർഹിക്കുന്നവരാണ്, എല്ലാ നല്ല കാര്യങ്ങളും അർഹിക്കുന്നവരാണ്. 1 മണിക്കൂറിനുള്ളിൽ എൻ്റെ ഓവർ തിങ്കിങ് ഞാൻ നിർത്തി. എനിക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റി കിട്ടി. ഞങ്ങളിപ്പോൾ ലൈഫിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നാലും ഒരു 4 ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്കതിൻ്റെ എക്സാക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിലും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാതെ വളരെ വിഷമിച്ച് ആ ഒരു കാലം കടന്നു പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ രാത്രിയൊക്കെ ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞ് ഒരേ കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ച് കിടന്നിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ ഒരു റേസ് തന്നെ നടക്കുമായിരിക്കും. നിങ്ങളുടെ ഹാർട്ടൊക്കെ വളരെ ഹെവി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും ആ ചിന്തകൾ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ മറ്റാരും കാണാത്തൊരു സൈലൻറ്റ് ബാറ്റിൽ, ഒരു യുദ്ധം തന്നെ നടക്കുന്നുണ്ടായിരിക്കും. മേ ബി അതൊരു ഫാമിലി ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ പണത്തെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും സ്ട്രഗിൾസ് ആയിരിക്കാം, കരിയറിൽ നിന്നുള്ള പ്രഷറായിരിക്കാം, അല്ലെങ്കിൽ തകർന്നു പോയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലല്ലോ, എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്നുള്ള രീതിയിൽ. സോ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്, ഞാൻ പ്രശ്നങ്ങളെ നേരിടാൻ എങ്ങനെയാണ് കൃത്യമായിട്ട് പഠിച്ചത്. ഇതെൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പ്രോബ്ലംസിനെ ഡീൽ ചെയ്യുന്ന ആ ഒരു രീതി തന്നെ മാറ്റിയ ഒരു കാര്യമാണ്. എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഒരുപാട് സമാധാനം തന്ന, എനിക്കൊരു മെൻ്റൽ ക്ലാരിറ്റി തന്ന, അതുപോലെ തന്നെ ജീവിതത്തിലൊരു പ്രതീക്ഷ തന്ന ഒരു കാര്യമാണിത്. നിങ്ങളിപ്പോൾ ലൈഫിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നാലും ഒരു 4 ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്കതിൻ്റെ എക്സാക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ എന്താണ് ലൈഫിൽ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. എൻ്റെ ലൈഫിൽ ഇപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഈ 4 ചോദ്യങ്ങളാണ്. ആ 4 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എഴുതി തീരുന്നതോടെ എൻ്റെ ആ പ്രശ്നത്തിന് എന്നേക്കുമായിട്ടൊരു സൊല്യൂഷൻ കിട്ടാറുമുണ്ട്. ആ കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലുള്ളപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്ക് നല്ലതുപോലെ അറിയാം. കാരണം ഞാനും ഇങ്ങനെ കംപ്ലീറ്റ്ലി സ്റ്റക്കായി എൻ്റെ പ്രശ്നങ്ങളിൽ കൂടി ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു. എത്രത്തോളം കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നോ അത്രത്തോളം കൂടുതൽ ഞാൻ കൺഫ്യൂസ്ഡ് ആകുക അല്ലാതെ എനിക്കതിൽ നിന്നൊരു ഉത്തരമേ കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 4 ചോദ്യങ്ങളുടെ ഐഡിയ എനിക്ക് കിട്ടിയത് ഡെയിൽ കാർണഗി എഴുതിയ ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് എന്ന് പറയുന്ന ഒരു ബുക്കിൽ നിന്നുമാണ്. ആ ബുക്കിൻ്റെ 2ാമത്തെ ചാപ്റ്ററിൽ ഈ ഒരു സിമ്പിളായിട്ടുള്ള പക്ഷേ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. ഞാനത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ആൻഡ് 1 മണിക്കൂറിനുള്ളിൽ എൻ്റെ ഓവർ തിങ്കിങ് ഞാൻ നിർത്തി. എനിക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റി കിട്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. സോ നിങ്ങൾക്കും ഈ ഒരു ബുക്ക് വാങ്ങി വായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ല ഒരു ഐഡിയ എന്ന് പറയുന്നത്. പക്ഷേ ഈ ബുക്ക് വാങ്ങിയിട്ട് ഞാൻ 1 വർഷത്തോളം ഇത് വായിക്കാതെ ഇരുന്നിട്ടുണ്ട്. എന്തുകൊണ്ടോ അതിലെ വരികളൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. സാധാരണ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് ബുക്ക് വായിക്കുന്നത് പോലെ അത്ര ഈസി അല്ല ഇതിലെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ കുറേ നാൾ ഈ ബുക്ക് വായിക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു. 1 വർഷം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഞാൻ ആ ബുക്ക് വീണ്ടും എടുത്ത് വായിച്ച സമയത്ത് അതിലെ ഐഡിയാസ് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ ബുക്കിനോട് ഭയങ്കര ഇൻട്രസ്റ്റായി. അങ്ങനെ ഞാൻ ആ ബുക്ക് മുഴുവനും വായിച്ചു തീർത്തു. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഐഡിയാസ് എല്ലാം ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയും നല്ലൊരു ബുക്കാണ് ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക. പക്ഷേ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള സിമ്പിൾ ഇംഗ്ലീഷാണ് അതിൽ എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് ടഫാണ്. എന്നാലും നിങ്ങൾക്ക് കുറച്ച് കീ പോയിൻറ്റ്സ് അതിൽ നിന്ന് കിട്ടും. നിങ്ങളുടെ മുന്നിലുള്ള പ്രശ്നം എത്ര ചെറുതാണെങ്കിലും ശരി, വലുതാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഞാൻ ആ 4 ചോദ്യങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനു മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഒരു പെൻ ആൻഡ് പേപ്പർ വേണം. കാരണം നമുക്കിത് എഴുതിയാണ് നോക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് എഴുതുമ്പോൾ നമുക്ക് കുറേയും കൂടി അതിനെക്കുറിച്ച് ക്ലാരിറ്റി കിട്ടുകയാണ്. സോ നിങ്ങളിത് എഴുതി വേണം പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ ആ ചോദ്യങ്ങൾ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ദ പ്രോബ്ലം? എന്താണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴുള്ള പ്രശ്നം? ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ഈസ് ദ കോസ് ഓഫ് ദ പ്രോബ്ലം? ആ പ്രശ്നത്തിൻ്റെ കാരണം എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് ആർ ദ പോസിബിൾ സൊല്യൂഷൻസ് ടു ദി പ്രോബ്ലം? ആ പ്രശ്നത്തിന് നിങ്ങൾക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് കണ്ടെത്താനാകും? ഈ ചോദ്യത്തിന് ഒന്നിൽ കൂടുതൽ ആൻസറുകളാണ് പലപ്പോഴും വരാറ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4,
വാട്ട് സൊല്യൂഷൻസ് ഡു യു സജസ്റ്റ്? ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അത് നിങ്ങളുടെ മനസ്സിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് എഴുതി അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതുന്നതോടെ നിങ്ങൾക്ക് വളരെയധികം ക്ലാരിറ്റി ഉള്ള ഒരു സൊല്യൂഷൻ നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആയാലും അതിന് കിട്ടിയിരിക്കും. ഇത്രയേ ഉള്ളൂ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ 4 ചെറിയ ക്വസ്റ്റ്യൻസ്. പക്ഷേ നിങ്ങൾ ഓരോ ഉത്തരവും വളരെ ഓണസ്റ്റ് ആയിട്ട് എഴുതുകയാണ് എങ്കിൽ ഒരു മാജിക് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങളുടെ മെസ്സി ആയിട്ടുള്ള ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാതിരുന്ന ആ ഒരു മനസ്സ് പെട്ടെന്ന് തന്നെ കാം സ്റ്റേജിലേക്ക് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ മുന്നിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള വഴി തെളിഞ്ഞു വരികയാണിവിടെ. അതുപോലെ ഈ ഒരു ബുക്കിൽ നിന്ന് കിട്ടിയ എനിക്കൊരു വലിയ ഐഡിയ ഉണ്ട് കേട്ടോ. അതായത് ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അത് നടന്നാൽ മാക്സിമം സംഭവിക്കാവുന്നത് എന്താണ്? ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള തിങ് എന്തായിരിക്കും? അതെന്താണോ അതിനെ നമ്മൾ മെൻ്റലി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വളരെയധികം ഈസി ആയിരിക്കും എന്നുള്ളതാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും വലിയ വലിയ പ്രശ്നങ്ങൾക്ക് ഇതൊരു വലിയ സൊല്യൂഷനായിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിന്ന ചോദ്യമാണ്, ഉത്തരമാണ്. നത്തിങ് ഈസ് പെർമനൻറ്റ് ഇൻ ദിസ് വിറ്റ് വേൾഡ്, നോട്ട് ഈവൻ അവർ ട്രബിൾസ്. ഇത് ചാർലി ചാപ്ലിൻ പറഞ്ഞ കാര്യമാണ്. ഈ ലോകത്ത് ഒന്നും തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല, നമ്മളുടെ പ്രശ്നങ്ങൾ പോലും. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു സൊല്യൂഷൻ കിട്ടുന്നതോടെ അവസാനിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ സൊല്യൂഷൻ കണ്ടെത്താനുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുക. മൈ ഡിയേഴ്സ്, ഓവർ തിങ്കിങ് ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുകയല്ലാതെ നമുക്ക് അതിൽ നിന്നും യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. പ്രോബ്ലംസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ലൈഫിൻ്റെ പാർട്ടാണ്. അത് പല രീതിയിലാണെന്ന് മാത്രം. പക്ഷേ അതിങ്ങനെ എൻഡ്ലെസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ സഫർ ചെയ്ത് തീർക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂർ ചെലവിട്ട് ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങളോട് തന്നെ ചോദിച്ച് ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തോളിലെ വലിയൊരു ഭാരമായിരിക്കും നിങ്ങൾ താഴെ ഇറക്കി വെക്കാൻ പോകുന്നത്. ഈ ലൈഫിൽ നമ്മളെല്ലാവരും തന്നെ സന്തോഷം അർഹിക്കുന്നവരാണ്, സമാധാനം അർഹിക്കുന്നവരാണ്, എല്ലാ നല്ല കാര്യങ്ങളും അർഹിക്കുന്നവരാണ്. അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തീരുമാനിക്കുക, ഞാനിനി ഒന്നിനെയും ഭയപ്പെടില്ല, എൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഒരു സൊല്യൂഷൻ എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. അത് വിചാരിച്ച് ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ മെത്തേഡ് ട്രൈ ചെയ്ത സമയം തൊട്ട് ഇന്ന് വരെ എനിക്ക് വളരെ നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഇതിനൊരു ചാൻസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലും സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. റിമെമ്പർ, വി ആർ ഓൾ സ്ട്രോങ്ങർ ദാൻ അവർ പ്രോബ്ലംസ്. അങ്ങനെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.